ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയില് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അമ്മ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ സർവശക്തനായ ദൈവം ജീവനും ഭക്തിക്കുമുള്ളത് പരിഭൂമിയിൽ തന്ന് ആമേ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സഭയായ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് വൈകുന്നേരം ദൈവസന്നെ കടന്നു വരുവാൻ തക്കവണ്ണം സർവദയാലുവായ കർത്താവിന്റെ മഹാകൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കാലം യഹോവയുടെ വലിയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി ആമേൻ യഹോവയുടെ മഹാസാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ദൈവത്തെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് സ്വാഗതം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ മുൻപോട്ടായി തീരുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആമേൻ ഹൃദയങ്ങളെ സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കടന്നു വന്ന നിമിഷം മുതൽ അതാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരും കരുതി വരുന്നതല്ല, എന്നാൽ നമുക്ക് വേണ്ടി കരുതി വന്നിട്ടുള്ളവൻ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടി കരുതി വന്നിട്ടുള്ള യഹോവ നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അവൻ പറയുന്നു, നിന്നെ തന്നെ എന്റെ സമയം ഏൽപ്പിക്കുന്നുവെങ്കിൽ ആമേൻ ഞാൻ നിന്നിൽ കൂടി ഒരു വലിയ പ്രവൃത്തി ചെയ്യുക. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവസന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയാം, കർത്താവേ ആമേൻ ഈ തീ കൂമ്പാരത്ത് നിന്ന് വലിച്ചെടുത്തൊരു തീക്കൊള്ളി പോലെ അങ്ങയുടെ നാമമഹത്വത്തിനായി പ്രകാശിക്കേണ്ടതിന് ദൈവഭക്തൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് യഹോവയുടെ മഹാസാന്നിധ്യം അത് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് കർത്താവിന്റെ വലിയ കൃപ ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആമേൻ. പ്രശ്നമില്ലാത്തവരില്ല. കർത്താവ് പറഞ്ഞു, പ്രശ്നമില്ലാത്തവരില്ല എന്ന പ്രശ്നത്തിൽ ജയിക്കുന്നവര് എന്ന് വെടിവെപ്പാൻ ഞാൻ അവന്റെ കൂടെ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആരംഭത്തിൽ വിളിച്ചു പറയുക. ആരംഭത്തിൽ വിളിച്ചു പറയുക. ആമേൻ. വിശ്വാസത്താൽ പൂർവ്വപിതാക്കന്മാർ വിടുതൽ പ്രാപിച്ചതുപോലെ, വിശ്വാസത്താൽ അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചതുപോലെ, വിശ്വാസത്താൽ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചതുപോലെ, വിശ്വാസത്താൽ ആമേൻ ഹല്ലേലൂയ ഇസഹാക്ക് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രികാലം ദൈവജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൃശ്യയിൽ നിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളമേ ഉള്ളൂവെങ്കിൽ അങ്ങ് തുരുത്ത് തീരുമ്പോൾ അങ്ങ് നിനക്ക് മുമ്പായി ഉറവ തുറന്നിടുന്ന യഹോവയുടെ കരം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിനാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്റെ മേൽ ഒന്ന് ഇറങ്ങട്ടെ. എന്റെ പ്രവർത്തന മണ്ഡലങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. എന്റെ കുടുംബത്തിന് മേൽ ഒന്ന് ഇറങ്ങട്ടെ എന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭക്തന് ആമേൻ സ്വർഗം താഴ്ചിറങ്ങുന്ന ദൈവത്തിന്റെ കൃപ അത് സ്വർഗം താഴ്ചിറങ്ങുന്ന മധ്യത്തിൽ വെളിപ്പെട്ടു വരട്ടെ. വിടുതലിനെതിരായി സമാധാനത്തിനെതിരായി സന്തോഷത്തിനെതിരായി പിടിച്ചു കെട്ടിയിരിക്കുന്ന അന്യായ ഖണ്ഡനങ്ങളെ യേശുവിന്റെ നാമത്തിൽ അടികൾ ഭർഷിച്ചു ചെയ്യപ്പെടുന്നു. ദൈവത്തിന്റെ അംഗം ഇപ്പൊ കാണിച്ചൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. നമ്മുടെ കുഞ്ഞ് ഈ ലോകത്തിന്റെ പരീക്ഷയിൽ ജയിച്ച് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ജയിച്ച് ആമേൻ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയം എന്തായിരിക്കും വെമ്പൽ കൊള്ളുന്നത്? നമ്മൾ പറയും, നമ്മുടെ എന്റെ കുഞ്ഞ എന്റെ കുഞ്ഞ എന്റെ കുഞ്ഞ. അടുത്തിരിക്കുന്നവരോട് പറയും, എന്റെ കുഞ്ഞ. സ്വോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്വോത്രം. ഞാനാണെങ്കിൽ പറയും, എന്റെ സഭയിലെ വിശ്വാസിയ, എന്റെ സഭയിലെ വിശ്വാസിയ, എന്റെ സഭയിലെ വിശ്വാസി, എന്റെ സഭയിലെ വിശ്വാസിയ. അതുപോലെ ദൈവം ഇന്ന് രാത്രികാലം തന്റെ ദൂതന്മാരോട് പറയുവാൻ, കർത്താവ് തന്റെ ദൂതന്മാരോട് പറയുവാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. അത് എന്റെ പൈതൽ, എന്റെ പൈതൽ അവന്റെ പ്രശ്നം മാറിവെച്ച, അവന്റെ പ്രശ്നം അവൻ മാറ്റിവെച്ച, അവന്റെ രോഗം അവൻ മാറ്റിവെച്ച, അവന്റെ ആവശ്യങ്ങൾ അവൻ മാറ്റിവെച്ച അവൻ എന്റെ സമയം സ്തുതിക്കുന്നത് കൊണ്ട് കണ്ടോ കണ്ടോ അവന്റെ ആരാധന കണ്ടോ, അവനെ എങ്ങനെ ഞാൻ അനുഗ്രഹിക്കാതിരിക്കുമെന്ന് എന്റെ രാത്രികാലം വിളിച്ചു പറയുക.
ആയിരിക്കുന്ന യഹോവയുടെ കാര്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വേദപുസ്തകങ്ങൾ കൈകളിൽ എടുക്കാം, അത് ഉയർത്തിപ്പിടിക്കാം. ഇല്ലാത്തവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പറയാം, തിരുവചന സത്യങ്ങൾക്കായി സ്തോത്രം, അങ്ങയുടെ മഹാസാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം, ഇതിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ബൈബിൾ താഴെ വച്ചിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2 വചനങ്ങൾ തന്നിട്ടുണ്ട്. കർത്താവ് നടത്തുന്നത് പോലെ മുൻപോട്ടായിരിക്കും. ഒരു വാക്യം വായിക്കാം. 2 കൊരിന്തി 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 2 കൊരിന്തി, 2 കൊരിന്തി chapter 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, സഹോദര സഹോദരി, ഞാൻ നടക്കുന്നത് നിന്റെ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നടക്കുന്നത് ആമേൻ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ആമേൻ, ഞാൻ ചെയ്യുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഞാൻ ചെയ്യുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഞാൻ ചെയ്യുന്നത് മനുഷ്യന്റെ പ്രസാദത്തിനല്ല, ആമേൻ എന്റെ ദൈവനാമത്വത്തിനത്രേ. ഞാൻ ആരാധിക്കുന്നത് ആമേൻ എന്റെ അടുത്തിരിക്കുന്നവരെ പ്രസാദിപ്പിക്കാനല്ല, എന്റെ ദൈവത്തിന് സ്തോത്രം കരഞ്ഞ് അത്രേ ചെയ്യുന്നത്. ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എന്റെ പ്രൗഢി കാണിക്കുവാനല്ല, എന്റെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനത്രേ. ഞാനിന്ന് കടന്നു വന്നിരിക്കുന്നത് എന്റെ രോഗങ്ങളെ മറന്ന്, എന്റെ ശീലങ്ങളെ മറന്ന്, എന്റെ ദരിദ്രങ്ങളെ മറന്ന് ഞാനിന്ന് രാത്രികളിലൂടെ കടന്നു വന്നിരിക്കുന്നത് അവൻ ഇന്നലോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം കരഞ്ഞത്രേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എനിക്കെതിരായി ആമേ പ്രവർത്തിച്ചാലും, ആരൊക്കെ എനിക്കെതിരായി ആഭിചാരം ചെയ്താലും, ആരൊക്കെ എനിക്കെതിരായി മന്ത്രവാദം ചെയ്താലും, പിശാചേ, ആമേൻ, എന്റെ കർത്താവ് ഇതിനെല്ലാം ജയിച്ചവനാ. അവൻ ജയശാലിയായി എന്റെ കൂടെ ഉള്ളിടത്തോളം ഞാനും ജയശാലി അത്രേ. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ദൈവ പൈതലിനെ പറയാൻ കഴിയണം, ഞാൻ വിശ്വാസത്താൽ നടക്കുന്നത്. അനേകർ പറയും, ഇത്ര കാലമായല്ലോ ആരാധിച്ചിട്ട് എന്ത് കിട്ടി? അങ്ങനെ ഞാൻ വിശ്വാസത്തിലാണ് നടക്കുന്നത്. പറയാൻ കഴിയുമോ? ഞാൻ വിശ്വാസത്തിലാണ് നടക്കുന്നത്. അനേകർ പറയും, നീ എന്ന് കണ്ണുനീരൊഴുകി ഞെരിഞ്ഞിരിക്കുന്നല്ലോ, എന്ത് കിട്ടി? ഇല്ല ഇല്ല ഇല്ല, ഈ കണ്ണുനീർ മാറും. ഞാൻ വിശ്വാസത്താൽ അത് കണ്ടിരിക്കുക. എന്നും നിന്റെ ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖവും മാത്രമേ ഉള്ളൂ. ആമേൻ, എന്നത് മാറുമെന്ന് അനേകർ പറയുമ്പോ ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയുമോ? എനിക്ക് വേണ്ടി എന്റെ ദൈവം വലിയ ചെയ്തിരിക്കുന്നു. അത് ഞാൻ വിശ്വാസത്താൽ കണ്ടിരിക്കുക. ഞാൻ വിശ്വാസത്താൽ കണ്ടിരിക്കുക. എന്റെ കൈകാലുകൾ ചലിപ്പിച്ച ആമേൻ, ഹല്ലേലൂയ, ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനാ. ആമേൻ, എന്റെ ദൈവത്തെ ഞാൻ സന്തോഷത്തോടെ ആരാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, എന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നിറവേറണം. ഞാൻ വിശ്വാസത്താൽ കാണുകയാണെന്ന് എന്റെ രാത്രികാലം വിശ്വാസികൾ ദൈവസഭ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അല്പമേ ശക്തി ഒഴിവെങ്കിലും നിന്നെ ശക്തമാക്കുന്നവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ നിന്നെ തന്നെ അവന്റെ സഭ ഏൽപ്പിച്ചു കൊടുക്കുന്നവர்கள் അനേകർ പറഞ്ഞു, കഴിഞ്ഞുപോയി, ഇല്ല, കഴിഞ്ഞിട്ടില്ല, തുടക്കമാ. അനേകർ പറഞ്ഞു കഴിഞ്ഞുപോയി, അനേകർ പറഞ്ഞുപോയി, അവസാനിച്ചില്ല. പ്രിയമുള്ളവരെ, അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആമേൻ, നിന്റെ ജീവിതത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞോട്ടെ, എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. 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 ഇത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ഞാൻ വിശ്വാസത്താൽ അത്ര ഉറങ്ങുന്ന വിശ്വാസത്താൽ ഞാൻ ഇറങ്ങിയത് വിശ്വാസത്താലാ. ഞാൻ നടക്കുന്നത് വിശ്വാസത്താലാ.
ഞാൻ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്താലാ. ഞാൻ ആരാധിക്കുമ്പോൾ എന്റെ മുമ്പിൽ എന്റെ വിടുതൽ ഞാൻ കാണുന്നു. ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ എന്റെ മുമ്പിൽ വിടുതൽ കാണുന്നു. ഞാൻ നടക്കുന്നത് വിശ്വാസത്താലാ. ഞാൻ വീട് കെട്ടുന്നത് വിശ്വാസത്താലാ. ഞാൻ ജോലി ചെയ്യുന്നത് വിശ്വാസത്താലാ. ഞാൻ പ്രവചിക്കുന്നത് വിശ്വാസത്താലാ. ഞാൻ പ്രസംഗിക്കുന്നത് വിശ്വാസത്താലാ. ഞാൻ പാടുന്നത് വിശ്വാസത്താലാ. എന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല. എന്റെ ദൈവത്തിന്റെ കൃപയത്രേ. അവൻ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, അവൻ എന്റെ മുമ്പനിധിയായി ഇരിക്കുന്നിടത്തോളം കാലം അവന്റെ വിശ്വാസം എന്റെ മേൽ പരിധിയായി കടന്നു വരുന്നു. അപ്പോസ്തലന് പറയുവാൻ കഴിയും, ഞാൻ നടക്കുന്ന വിശ്വാസത്താലാ. എന്റെ ബാങ്കിൽ ബാലൻസ് ഇല്ല, ഞാൻ ഉള്ളതെല്ലാം ശബ്ദം ചവറെന്ന് ഞാൻ നടക്കുന്ന വിശ്വാസത്താലാ. നാല് ഭാഗത്തുനിന്നും പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ എന്റെ ദൈവത്തോട് അവൻ ഞാൻ നിലവിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിന്റെ ബലഹീനതകൾ തികഞ്ഞു വരുന്നു. എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. യേശുവിന്റെ നാമത്തിൽ കൃപ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വെളിപ്പെട്ടു വരട്ടെ. യഹോവയുടെ കാര്യമൊന്ന് ചലിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ആർക്ക് നിന്നെ പിടിച്ചു കെട്ടാനും കഴിയത്തില്ല. ആർക്ക് നിന്നെ അടച്ചു വയ്ക്കാനും കഴിയത്തില്ല. ആർക്ക് നിന്നെ പിടിച്ചു കെട്ടാനും കഴിയത്തില്ല. ആർക്ക് നിന്നെ അടച്ചു വയ്ക്കാനും കഴിയത്തില്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോ അവൻ ഹല്ലേലൂയ അതിനെ അടച്ചിരുത്താക്കാൻ നോക്കിയാലും ഒരല്പമേ ഹോളുണ്ടെങ്കിൽ അതുവഴി സൂര്യപ്രകാശം ഇടിച്ചു കയറുന്നത് പോലെ അങ്ങനെ യഹോവയുടെ കൃപ നീ വിശ്വാസത്താൽ നടക്കുമ്പോ അവൻ നിന്റെ മേൽ ഇറങ്ങി വരാൻ പോകുന്നുവെന്ന് ദൈവത്തിന് അമ്മ വിളിച്ചു പറയുക. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവർ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എന്തെങ്കിലും ഒന്ന് ചെയ്താട്ടെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവൻ നമ്മുടെ പ്രതികരണം ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൻ നമ്മുടെ പ്രതികരണം ആവശ്യപ്പെടുക. ഹല്ലേലൂയ എന്റെ ജനം താങ്കളത്തിന് താഴ്ത്തി ആരാധിക്കുമ്പോ ദൈവസന്നിധി ഞാൻ എന്റേതായ കുറച്ച് വിഷയങ്ങൾ വച്ചു. സ്വതന്ത്രം ഇന്നുവരെയും കർത്താവ് നടത്തി തന്ന ഒന്നിനും ഒരു കുറവ് വന്നില്ല. വിഷയം വച്ച് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, ഇന്നലെ വരെ ഞാൻ നടത്തി തന്നില്ലേ? ചോദിക്കാതെ ഞാൻ നടത്തി തന്നില്ലേ? അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ 2013 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് എനിക്ക് വേണ്ടി തന്ന സ്നേഹത്തെ ഓർത്താൽ ഇതൊന്നും സാരമില്ല എന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനമേ, ആരാലും വേണ്ടപ്പെടാത്ത, എല്ലാവരാലും തള്ളപ്പെട്ട, കാണുന്നവർ നിന്നെ കണ്ട് പുച്ഛിക്കുന്ന രീതിയിൽ തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് സ്നേഹത്തിന്റെ കരം നീട്ടി അമ്മേ നിന്നെ ശുദ്ധീകരിച്ച് വെടിവെച്ച് വേണ്ടാത്ത എന്ന് കാണുന്നതെല്ലാം തന്ന് നിർത്തിയിരിക്കുന്ന യഹോവ അവൻ ജയശാലിയായി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏൽപ്പിച്ചു കൊടുക്ക. യഹോവയൊന്ന് ഇടപെടട്ടെ. യഹോവയൊന്ന് ഇറങ്ങി വരട്ടെ. അവന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയുവാൻ അല്പമൊക്കെ ഒന്ന് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. സ്തോത്രം. എല്ലാം വേണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് കിട്ടത്തില്ല. ഇന്ന് രാത്രികാലം ദൈവ സന്നിധിയിൽ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്ക് വിശ്വാസത്താലുള്ള ഒരു ജീവിതം മതി. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ കൃപ മതി. അനേകര് പറഞ്ഞേക്ക നീ പ്രാർത്ഥന തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ. സ്തോത്രം. എന്ത് കിട്ടി പറയാൻ കഴിയുമോ? സ്തോത്രം. പ്രൈസലോ. അവന്റെ കൃപ മതി എനിക്ക്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസലോ. അതിലേക്ക് കടന്നു വരെ അതിനു ഒരു വാക്യം വായിക്കാം. സ്തോത്രം. 1 ദിനവൃത്താന്തം
13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 13 verse 14. ദൈവത്തിന്റെ പെട്ടകം ഓബേദ്ഏദോമിന്റെ കുടുംബത്തോട് കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ്ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ആമേൻ. അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ഇത് എന്തുകൊണ്ട് അനുഗ്രഹിച്ചു? യഹോവയുടെ പെട്ടകം അവന്റെ കുടുംബത്തിനകത്തിരുന്നു. യഹോവയുടെ പെട്ടകം അവന്റെ കുടുംബത്തിനകത്തിരുന്നപ്പോൾ അവനെയും അവനുള്ള സകലത്തെയും യഹോവ അനുഗ്രഹിച്ചു. ഇവിടെ ഇരുന്നപ്പോ ദൈവം തന്ന വചനമായി ഇപ്പൊ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. ചിലരുടെ പെട്ടകത്തിന്റെ ചിലരുടെ ഭവനത്തിനകത്തുള്ള പെട്ടകം വെളിയിൽ കിടക്കുക. ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചത് ആരെങ്കിലും വെളിയിൽ കാളയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ, കാളവണ്ടിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്റെ ഭവനത്തിനകത്ത് ശ്രേഷ്ഠവും മാന്യമായ സ്ഥലത്ത് യഹോവയുടെ പെട്ടകം വയ്ക്കുന്ന രാത്രിയാകട്ടെ. അത് അർത്ഥം ചെയ്യുന്നത്, വിളിച്ചു പറയുന്നത്, യഹോവയുടെ ആത്മാവ് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരട്ടെ. യഹോവയുടെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരട്ടെ. നിന്നെയും നിനക്കുള്ളതിനെയും അനുഗ്രഹത്തിന് തടസ്സമാണ്. ആമേൻ. നിന്റെ കൈയാൽ നിന്റെ യഹോവയുടെ പെട്ടകം കാളവണ്ടിയിൽ വച്ചിരിക്കുന്ന അവസ്ഥകൾ ആമേൻ മാറ്റി വച്ചത് ഇന്ന് രാത്രികാലം നിന്റെ പെട്ടകം ആമേൻ നിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്തൊന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവയുടെ പെട്ടകം ഇരുന്നിടത്തോളം കാലം അവനെയും അവനുള്ളതൊക്കെ യഹോവ അനുഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെ ഇപ്പൊ വിചാരിക്കുക, യഹോവയെ ആരാധിക്കുന്ന പൈതലിനെയും അവനുള്ളതൊക്കെയും യഹോവ അനുഗ്രഹിക്കും. വേണ്ടെന്ന് പറഞ്ഞാലും അവൻ തരും. എന്താണെന്നറിയാം? വാഴ്ചത്വം നമ്മുടെ മേലുണ്ട്. വാഴ്ചത്വം നമ്മുടെ മേലുണ്ട്. വാഴ്ചത്വം ഉള്ളവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാഴ്ചത്വം നമ്മുടെ മേലുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. സ്വോത്രം. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞിട്ട് വാഴ്ചത്വം നമ്മുടെ മേലുണ്ട്. സ്തോത്രം. ഇനി നമുക്ക് വായിക്കാം 1 ശമൂവേൽ. വാഴ്ചത്വം കൊണ്ടത് പ്രാപിച്ചെടുക്കണമെന്ന് രാത്രികാലം. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 1 ശമൂവേൽ ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 7 verse 1. കിര്യത്ത് യേയായിരും നിവാസികൾക്ക് വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസറിനെയും യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിനെ ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്ത് ആയിട്ടും ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗ്രഹം യഹോവയോട് വിലപിച്ചു. ആമേൻ. ഹല്ലേലൂയ. 20 സംവത്സരമായി ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ പെട്ടകം ഇസ്രായേലിന്റെ മധ്യത്തിലില്ല. എത്ര വലിയ ദൂത് ഏറ്റെടുക്കുന്നുവെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ എന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നു. യഹോവയുടെ പെട്ടകം ഇരുന്നിടവും ആമേൻ അവനെയും അവനുള്ളതും അനുഗ്രഹിച്ചുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ ജനത്തിന് മധ്യത്തില് കഴിഞ്ഞ 20 വർഷമായി ആമേൻ യഹോവയുടെ പെട്ടകമില്ല. യഹോവയുടെ പെട്ടകം ഇല്ലാത്തത് കൊണ്ട് അവിടെ ദുഃഖമാ, അവിടെ വിലാപമാ, ആമേൻ അവിടെ പല്ലുകടിയാ, അവിടെ രോഗവും ശാപവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ രാത്രികാലം വിളിച്ചു പറയുന്നു, യഹോവയുടെ മഹാ സാന്നിധ്യമില്ല എങ്കിൽ
പുള്ളിരിച്ചത് ഓർത്താൽ ഈ ശബ്ദമൊന്നും പോരാ. കർത്താവ് പുള്ളിരിച്ചത് ഓർത്താൽ ഈ ശബ്ദമൊന്നും പോരാ. കഴിഞ്ഞ 20 വർഷമായി യഹോവയുടെ പെട്ടകം നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ യഹോവ നിന്നെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്റെ കുടുംബത്തിനകത്തെ പ്രാർത്ഥന നഷ്ടപ്പെട്ട് കിടക്കുന്നുവെങ്കിലും യഹോവയുടെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിലും അവൻ നിന്നെ നടത്തുന്നുണ്ട്. നിന്നെ അവനെ വേണ്ടെന്ന് വെച്ചിട്ടും അവൻ നിന്നെ വേണമെന്ന് വെച്ച് നിന്റെ കൂടെ നടക്കുക. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കാൻ വിശ്വസിക്കുന്നവർ ചില അകത്തടങ്ങളിലെ ബന്ധനങ്ങൾ രാത്രികാലം പൊട്ടിമാറട്ടെ. നിന്നെ നിന്റെ കുടുംബത്തെ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ദേശത്തിന്റെ ശക്തികൾ യഹോവയുടെ പെട്ടകമില്ല എന്ന് പറഞ്ഞ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, യഹോവയുടെ ആത്മാവ് നിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ഭ്രാന്തനെ പോലെ ഭ്രാന്തിയെ പോലെ ആമേൻ ഹല്ലേലൂയ മാനുഷിക പിരിമുറുക്കം തന്നെ തകർത്തുകളയാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാ, ഇല്ല ഇല്ല ഇല്ല, അനുഗ്രഹം നീ പ്രാപിക്കേണ്ടവനാ, അനുഗ്രഹം നീ പ്രാപിക്കേണ്ടവനാ. നിന്റെ കുടുംബത്തിനകത്ത് എന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. വിലപിച്ചു, കരഞ്ഞു. 20 വർഷം ദൈവത്തിന്റെ സാന്നിധ്യം മാറുന്നു. എന്റെ അനുഭവത്തിൽ ഒരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ആത്മീയ ഗോളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ പുറം കാലുകൊണ്ട് ചവിട്ടി കളഞ്ഞാൽ അത് വീണ്ടും വരുമെന്ന് ആരും വിചാരിക്കരുത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. അവൻ ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അത് വീണ്ടും വരണമെങ്കിൽ ഇച്ചിരി പണിപ്പാടുള്ളതാ. ആദ്യം ദാനമായി വാരിക്കോരി തന്നവര് അത് മറികടന്ന് ഹല്ലേലൂയ അവന്റെ പെട്ടകത്തെ മറികടന്ന് നഷ്ടമാക്കിയാൽ അവൻ നിലവിച്ചിരിക്കുന്നുവെങ്കിൽ സ്തോത്രം. ഇവിടെ ദൈവജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് പെട്ടകം നഷ്ടമാക്കി. എന്നാൽ 20 വർഷക്കാലം ഇസ്രായേൽ ജനത്തിന്റെ വിലാപത്തെ യഹോവ കണ്ടു, യഹോവ കേട്ടു, യഹോവ അറിഞ്ഞു. പഴയ കാലങ്ങളിൽ 20 വർഷം നീട്ടിയെങ്കിൽ ഇന്ന് കൃപ നഷ്ടമാക്കിയ ദൈവ പൈതല്, നീയും ദൈവവുമായി കർത്താവുമായുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ എത്ര വർഷം നീട്ടണമെന്ന് മനസ്സിലായോ?
എന്നാൽ 20 വർഷം വിലപിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ അഭിഷക്തനായ ഒരു ശമൂവേലിനെ ദൈവം അയക്കുക. ആരുമില്ല എന്ന് നീ പതറിയിരിക്കുമ്പോ എല്ലാവരും നിന്നെ കൈവിട്ടു. എല്ലാവരും നിന്നെ കൈവിട്ടു എന്ന് ആമേ നീ പതറിയിരിക്കുമ്പോ ഒരു രൂപയ്ക്ക് 4 പറയുന്നത് പോലെ അഭിഷേകം ഉണ്ടെന്ന് പറയുന്നതിനെ കിട്ടിയെന്ന് വരും. പക്ഷെ വാസ്തവമായി അഭിഷേകമുള്ളവനെ കിട്ടണമെങ്കിൽ യഹോവ അയക്കണം. മനസ്സിലായോ? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന അഭിഷേകം ഉണ്ടെന്ന് പറയുന്നതിനെ കിട്ടിയെന്ന് വരും. എന്നാൽ അഭിഷേകമുള്ളതിനെ കിട്ടണമെങ്കിൽ ദൈവസനെ കാത്തിരുന്നേ മതിയാകട്ടെ. മനസ്സിലായവർ ദൈവത്തിനൊന്ന് സുഖിച്ചാട്ടെ. 20 വർഷക്കാലം കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിനിടയിൽ ആമേൻ ഹല്ലേലൂയ ആദ്യം മുതലേ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിളിച്ച് വേർതിരിച്ച ശമൂവേലിന് വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാൽ കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ഞാൻ നടക്കുന്നത്. ഉണ്ടോ നോക്കട്ടെ. ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. അത് നമുക്കുള്ളത് തന്നെയാണ്, താഴോട്ടുള്ളതല്ല. വീട്ടിൽ പോയിട്ട് വായിക്കുക. നമുക്കെല്ലാവർക്കും ഉള്ളതായി വേദപുസ്തകം. സ്തോത്രം. ഇത് ആരാജ്യോട് ഭക്ഷിക്കുമോ അവന് ദൈവം തൃപ്തിപ്പെടുത്തും. ആമേൻ ഹല്ലേലൂയ. ശമൂവേലിനെ അവര് വിളിച്ചിട്ടല്ല വന്നതാണോ? ഇല്ല. സ്തോത്രം. എന്നാൽ 20 വർഷം അവരുടെ ആ വിലാപം കണ്ടുകൊണ്ട് ദൈവം അവരുടെ മധ്യത്തിൽ ശമൂവേലിനെ അയക്കുക. ശമൂവേൽ വന്നിട്ട് ഒരു കാര്യമേ പറയുന്നുള്ളൂ. ആമേൻ എല്ലാ ഇസ്രായേൽ ജനത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ, നിങ്ങളുടെ അശോര പ്രതിഷ്ഠകളെല്ലാം നീക്കിക്കളയുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുവെങ്കിൽ, യഹോവയെ സ്നേഹിക്കാതിരിക്കുന്ന അവസ്ഥകളെല്ലാം വലിച്ചെറിയുന്നുവെങ്കിൽ, അവൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിക്കുക മാത്രം ചെയ്യുമെന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, യഹോവ പ്രവർത്തിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് യഹോവ പ്രവർത്തിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? പൂർണ്ണ ഹൃദയത്തോടെ അതെ കർത്താവേ, അങ്ങയുടെ വിടുതലിനെതിരായി എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ മനസ്സ്, എന്റെ കൈകൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്ത പാപങ്ങൾ, കുറവുകൾ, അത് എന്റെ കുറ്റങ്ങൾ എല്ലാം അങ്ങനെ സമയം ഏൽപ്പിക്കുന്നവൻ എന്റെ രാത്രിക്കാലം ദൈവസനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഭക്തന്മാരാരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ ഹൃദയം കാത്തൊന്ന് മുഴങ്ങട്ടെ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ ജനം 20 വർഷക്കാലം യഹോവയുടെ പെട്ടകത്തെ നഷ്ടമാക്കി. അവർക്ക് ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യമില്ല. നേരത്തെ സഹോദരൻ പറഞ്ഞത് എല്ലാം ഉണ്ട്, ഉറങ്ങാൻ കഴിയുന്നില്ല. എന്താ സ്തോത്രം? ദൈവ സാന്നിധ്യമില്ല, എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ഒരു ഭവനത്തിൽ പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞതാ, പാസ്റ്ററേ എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ ബഹ്റൈൻ ദേശത്തിൽ എല്ലാം ഉള്ള ഒരു വ്യക്തിയെ അവർക്കൊന്നിനും കുറവില്ല. നമ്മുടെ മലയാളി തന്നെയാ. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവരകത്തിരിക്കുന്നു. അവരെന്നെ കണ്ടില്ല, ഞാൻ അവരെ കണ്ടു. അവർ പറയാ, ആമേ ഡോക്ടറെ എനിക്കെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ഇന്ന് എന്നെ അലട്ടുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ എന്റെ യൂറിന് 1, 2 ഒക്കെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഇതിനൊരു വിടുതൽ വേണം. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നിന്നെ കൺട്രോൾ ചെയ്യാൻ, നിന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? സ്വതന്ത്രം മനസ്സിലാക്കുക, ചിന്തിക്കുക. ഇവിടെ ശമൂവേൽ ശക്തിയോടെ വിളിച്ചു പറയുക സ്വതന്ത്രം. അതിനു മുമ്പായിട്ട് 20 വർഷക്കാലം യഹോവയുടെ സാന്നിധ്യം ഇല്ലാതെ അവർ വിലപിച്ചു കൊണ്ടിരുന്നു. വിലാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എന്തുണ്ടെങ്കിലും അവർക്കൊരു തൃപ്തിയില്ല, വിലാപം. ദൈവത്തിന്റെ സാന്നിധ്യമില്ല, സമാധാനമില്ല. എപ്പോഴും വഴക്കും, അന്യോന്യം വഴക്കും, പ്രശ്നങ്ങളും, രോഗവും, ക്ഷീണവും, ഇല്ലായ്മ. ഇത് മാത്രമേ ഉള്ളൂ. തൃപ്തിയില്ല, സമാധാനമില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ അഭിഷക്തനെ അങ്ങോട്ട് അയച്ചപ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്നും ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി. അതിനു മുമ്പ് ഒരു മിനിറ്റ് ബദറെ, ഇവര് കൂടി വന്നിട്ട് ഇവർ ചെയ്തെന്താ? ഇസ്രായേൽ ജനം താങ്കളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. ദൈവസനെ വെള്ളം കോരി ഒഴിച്ചു. ആമേൻ. അവർ ഒരു ദിവസം ഉപവസിച്ചപ്പോൾ അവരുടെ പാപങ്ങൾ വെളിപ്പെട്ട് വന്നു. ഇന്ന് രാത്രികാലം ദൈവസനെ ഇരിക്കുന്ന ദൈവം ഒരു മർമ്മം പറയട്ടെ. ഉപവസിക്കാതെ നീ ആത്മീയനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. ഉപവസിക്കാത്ത ക്രിസ്ത്യാനി ദൈവ പൈതൽ അല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കാം, നിന്റെ ശരീരത്തിന് നല്ലതാ. കർത്താവിന്റെ സന്നിധിയിൽ അടുക്ക. ഇനി എന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. അപ്പോ അവർ ഉപവസിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ 20 വർഷം കണ്ണുനീര് ഒഴിക്കേണ്ടി വന്നത് അവരുടെ പാപം തന്നെയാ. അല്ലേ? അങ്ങനെയല്ല ബൈബിൾ എഴുതുക. ഞാനൊന്നും കരുതിട്ട് പറയുന്നില്ലല്ലോ. അങ്ങനെ അവരുടെ പാപം നിമിത്തം അവർ നിലവിളിച്ചു. എന്റെ പാപമാണെന്ന് അവർ സമ്മതിച്ചു. എന്റെ പാപമെന്ന് സമ്മതിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ, ഫെലിസ്ത്യർ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കുള്ള ഒരു ദൂത് പറയാം. വേണ്ടിയവരെ ഏറ്റെടുക്കുക, ഇല്ലാത്തവർ ഏറ്റെടുക്കണ്ട. കർമ്മേൽ മലയുടെ മുകളിൽ ഒരു അഭിഷക്തൻ ഇതാ തലയെ കാലിനിടയിൽ ഇട്ടിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വരണ്ടു കിടക്കുന്ന ഈ ഇസ്രായേൽ ജനം, വരൾച്ചയിൽ കിടക്കുന്ന ഈ ദേശം മഴ കൊണ്ട് നിറയണം. ഇവരുടെ ദാഹം ഒന്ന് മാറ്റണം. സ്വതന്ത്രം. അഭിഷക്തൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി മഴയും അയച്ചു. മഴ അയച്ചപ്പോൾ കൂടെ നിന്നവനിതാ ഹല്ലേലൂയ കുതിര വണ്ടിയിൽ കയറി ഇഷ്ടമായി മുൻപോട്ട് ഓടിച്ചു പോയപ്പോൾ അവൻ വിചാരിച്ച ഒരു കാര്യമുണ്ട്. വർഷങ്ങളായി മഴ പെയ്യാതെ ഇന്നിവിടെ മഴ പെയ്യുമ്പോൾ ഒട്ടക രോമം ധരിച്ചിരിക്കുന്ന ഇവന് തണുപ്പ് കൊണ്ട് ആമേൻ ഹല്ലേലൂയ, ഇവൻ പതുക്കെ താഴോട്ട് കർമ്മേൽ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവൻ ഉരുണ്ടു വീണ് ഇവൻ ഇന്നത്തോടെ തീർന്നു പോകുമെന്ന് ആമേൻ ആഗാബ് വിചാരിച്ചു. രഥം മുൻപോട്ട് ഓടിച്ചു പോയപ്പോൾ ആഗാബിന്റെ കണ്ണിന് വിസ്മയിക്കപ്പെടുന്ന രീതിയിൽ ആഗാബിന്റെ മുമ്പേ ഒരു നിഴൽ ചലിക്കുന്നു. ആമേൻ ഹല്ലേലൂയ, ഈ നിഴൽ ഏതാണെന്ന് നോക്കിയപ്പോൾ ആഗാബിന് മനസ്സിലായി ആത്മാവിന്റെ ശക്തിയോട് ഇത് ഹല്ലേലൂയ ഏലിയാവ് മുമ്പേ ഓടുകയാണ്. എന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിടുതൽ പ്രാപിക്കാൻ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങി നിൽക്കുന്ന ദൈവജനമേ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് പോരാട്ടമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ
ആരും കണ്ടില്ല. കഴിഞ്ഞ 3 വർഷക്കാലം ആരുടെയും കണ്ണിൽപ്പെടാതെ പരിപാലിച്ച ദൈവം. സ്തോത്രം. ബാലിന്റെ സകല പ്രവാചകന്മാരെ ഒന്നടങ്കം കൊന്നുകൂട്ടുവാൻ കൃപ കൊടുത്ത ദൈവം ഇന്ന് രാത്രികാലം നമ്മളോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നവനാണോ പോരാട്ടമുണ്ട്, പക്ഷെ അത് ജയിക്കുന്നവനാണ്. വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് സ്തോത്രം കൊടുത്താൽ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അന്യോന്യം പ്രാർത്ഥിക്കാൻ. അവരുടെ പാപമാണ് ദൈവ സാന്നിധ്യത്തിന് എതിരായി നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ ഫെലിസ്ത്യർ അവർക്കെതിരായി വന്നു. കഴിഞ്ഞ 20 വർഷക്കാലം വന്നില്ല. വന്നോ? കഴിഞ്ഞ 20 വർഷക്കാലം നിനക്ക് പോരാട്ടമില്ലായിരുന്നു, വിലാപം മാത്രമേ ഉള്ളായിരുന്നു. ദൈവ സാന്നിധ്യമില്ല, അതുകൊണ്ട് നിനക്ക് പോരാട്ടമില്ല. ദൈവ സാന്നിധ്യമില്ല, അതുകൊണ്ട് നിനക്ക് പോരാട്ടമില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം നീ ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് ഇവിടെ പുറത്തു പോകുമ്പോ നിന്നെ എതിരേൽക്കാൻ നിൽക്കുന്ന ദൂതന്മാരെന്ന് വിചാരിക്കരുത്. നിന്നെ എതിരേൽക്കാൻ നിൽക്കുന്ന പരീക്ഷകരാ. മനസ്സിലായവർ ചോദിക്കാറ്. അതുകൊണ്ടാണ് ശക്തി കൊടുക്കേണ്ടത്. പ്രാർത്ഥിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കാതിരിക്കുന്നത് അത് ഭയങ്കരമാക്കിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാതിരുന്ന എന്താ കിട്ടും? 20 വർഷമായി വിലാപം. എത്ര ഉണ്ടെങ്കിലും സമൃദ്ധിയില്ല, ഉറങ്ങാൻ കഴിയത്തില്ല, വിട്ടുവിട്ട് രോഗങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ. സ്തോത്രം. ഇത് വചനം പറഞ്ഞ ഞാൻ പറയുന്നതല്ല കേട്ടോ. സംശയമുള്ളവർ 1 ശമൂവേൽ 7-ാം അധ്യായം ഒന്ന് ഇരുത്തി വായിച്ചാൽ മതി, മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഇതിന് പ്രത്യേക തിയോളജി ഒന്നും വേണ്ട, ദൈവകൃപ മതി. പ്രാർത്ഥിച്ചിട്ടിരുന്ന് വായിച്ചു നോക്കിയ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. ആമേൻ. അപ്പോൾ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കും ബ്രദറെ. 6-7 ഒന്ന് വായിക്കുക. വിഷയം വിട്ടുപോലോ. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കണ്ട് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ട് ഇസ്രായേൽ മക്കൾക്ക് ശമൂവേലിനോട് നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ഇന്ന് അടുത്തിരിക്കുന്ന വിശ്വാസിയോട് നമുക്ക് പ്രാർത്ഥന വിഷയം പറയാൻ മടിയാ. എന്താണെന്നറിയാമോ? അതും പ്രശ്നമാ. അവൻ അത് വെച്ച് വേറെ വിഷയം ഉണ്ടാക്കും. പക്ഷെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുമില്ല. സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനം ഒന്നടങ്കം ശമൂവേലിനോട് പറയുക, ഫെലിസ്ത്യർ ഇതാ ജനങ്ങളെ ആക്രമിക്കാൻ ഇറങ്ങി വരിക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. സ്തോത്രം. അടുത്തിരിക്കുന്ന സഹോദരനെ സഹോദരിക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞ, സഹോദര ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. അവർ അഭിഷേകമുള്ളവരാ, നീ അറിയുന്നില്ല അവരുടെ അഭിഷേകം. എനിക്കറിയാം ഇവനെന്തുവാ ഇവളെന്തുവാ. പക്ഷെ അവര് അത് നമ്മൾ സ്വയം വിലയിരുത്തുന്നു. നമ്മളെ പോലെയാണ് മറ്റുള്ളവരെന്ന് വിചാരിക്കുന്നു. കീറിപ്പറഞ്ഞ മുഖമാണോ, ഭംഗിയില്ലയോ, ഉടുക്കാനൊന്നുമില്ലയോ, പക്ഷെ അവന്റെ അകത്തൊന്നുണ്ട്. അത് മനസ്സിലാവുക. അതാ ദൈവം ശ്രേഷ്ഠമായി കാണുന്നത്. ഇനി അതിന്റെ 12-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. മതി, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. എനിക്ക് പറയാൻ കഴിയും, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ പരിപാലിച്ചു.
നീ രോഗത്തിലായിരിക്കുന്നു, ഇന്ന് നീ ക്ഷീണത്തിലായിരിക്കുന്നു, ഇന്ന് നീ ഇല്ലായ്മയിലായിരിക്കുന്നു, പറയാൻ കഴിയുന്ന പിശാചേ, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം എന്റെ ദൈവം ഞങ്ങളെ നടത്തി. ഇത്രത്തോളം എന്റെ കർത്താവ് എന്നെ നടത്തി. കഴിഞ്ഞ 20 വർഷക്കാലം നീ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞില്ല എങ്കിലും അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ടുന്നതെല്ലാം അവൻ തന്നുകൊണ്ടിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പാപഭാരങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ആമേൻ, ഹല്ലേലൂയ, കടന്നൽ കൂട്ടുനിന്ന് കൂട് പൊളിച്ചു വരുന്ന കടന്നലുകളെ പോലെ മിസ്രയീമ്യർ പോരാടാൻ കടന്നു വരുമ്പോൾ, ഫലസ്തീൻ പോരാടാൻ കടന്നു വരുമ്പോൾ, അഭിഷേകമുള്ളവൻ ഒരു കാര്യം ഉറപ്പുണ്ട്. സ്തോത്രം. അവൻ പറയാ, ഈ കല്ല് ഞാനിവിടെ നാട്ടിലിരിക്കുക. സ്തോത്രം, സ്തോത്രം. പ്രശ്നങ്ങൾ ഭാരപ്പെടുന്ന ദൈവജനമേ, വിശ്വാസത്താൽ കർത്താവിനെ അങ്ങോട്ട് മുമ്പിൽ നിർത്തുക. ഒരു പോയിന്റ് മതി, മതി വിശ്വാസ. ഇവിടെ മുതൽ ഞാനൊരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുകയാണ്. ഒരു പുതിയ അധ്യായം ഞാൻ തുടങ്ങാൻ പോകുകയാണ്. ഞാൻ നിന്റെ പോരാട്ടങ്ങൾ ഇവിടെ പുഷ്ടപ്പെടുകയാ. ഇപ്പോൾ മുതൽ ഞാൻ പുതിയൊരു അധ്യായം തുടങ്ങാൻ പോകുകയാണ്. എന്റെ യേശു ക്രിസ്തുവോടുള്ള ജീവിതം, എന്റെ യേശുവിനോട് ചേർന്നുള്ള ഒരു സന്തോഷത്തിന്റെ ജീവിതം, എന്റെ യേശുവിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു ജീവിതം. വേദനകൾ കടന്നു വരുമ്പോൾ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ ദൈവവൈതൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഇത്രത്തോളം എന്റെ കർത്താവ് എന്നെ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞ് ഇടയ്ക്ക് നിർത്തിയ ഒരു വിഷയത്തിലേക്ക് വരാം. അനേകര് പറയും, എത്രയായി, കിട്ടിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അനേകര് പറയും, നീ കെട്ടിയിട്ട് എന്തായി, പൂർത്തിയായില്ലല്ലോ, പൂർത്തിയായില്ലല്ലോ. പറയും, ഇത്രത്തോളം എന്റെ ദൈവം എന്നെ നടത്തി. പിശാചിന്റെ വാക്കുകളിൽ നീ പെട്ടുപോകാതെ വിളിച്ചു പറയും, ഇത്രത്തോളം ആരോഗ്യത്തോടെ എന്റെ ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം സമ്പന്നതയിൽ ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം കൃപാവരത്താൽ ദൈവം എന്നെ നടത്തി. എന്റെ ദൈവം എന്നെ നടത്താം. ഫലസ്തീനും ഇസ്രായേൽ ജനത്തിനും ഇടയിൽ ശമൂവേൽ എന്ന് കല്ല് നാട്ടിയെങ്കിൽ ദൈവ വൈതലിനും പിശാചിനും ഇടയിൽ ആത്മാവുള്ളവർ ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ അങ്ങോട്ട് നിർത്തിയാട്ടെ. ഓ യേശുവേ, യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. ആമേൻ. യേശുവേ, എന്റെ ജോലിയിൽ അങ്ങയുടെ സാന്നിധ്യം വേണം. യേശുവേ, എന്റെ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം വേണം. യേശുവേ, ആമേൻ, ഹല്ലേലൂയ, എന്റെ സാമ്പത്തിക തകർച്ചയിൽ അങ്ങയുടെ കരം വേണം. യേശുവേ, എന്റെ തലമുറയിൽ അങ്ങയുടെ സാന്നിധ്യം വേണം. ഈ കല്ല് നാട്ടി കഴിയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭാരങ്ങൾ എന്റെ മേൽ വെച്ചു കൊടുക്ക, ഞാൻ നിങ്ങളെ പുലർത്തും. പുലർത്തുമോ? പുലർത്തും. നടത്തുമോ? നടത്തും. ആമേൻ. പരിപാലിക്കുമോ? പരിപാലിക്കും. എങ്ങനെ പരിപാലിക്കും? ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിന് ഉപരിയാ പരിപാലിപ്പാൻ ശക്തനായി ഇവിടെ വന്നിട്ടുണ്ടോ? ഈ സമൂഹം ഈ കല്ലിനെ അങ്ങോട്ട് നാട്ടിയപ്പോൾ, സ്തോത്രം,
ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കുള്ള ദൈവത്തിന്റെ വെളിപ്പാട് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കല്ലിൽ കൂടി ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങി. മോശം, നീ എന്തിനാ പതറുന്നത്? നീ ഭാരപ്പെടുന്നത് എന്തുവാ? നിന്റെ കയ്യിലിരിക്കുന്ന എന്താ? വടി. ഉയർത്തിപ്പിടിക്കുക. ഈ വടി മതി, ഈ വടി മതി, ഈ വടി മതി. ആമേൻ. നിന്റെ മുമ്പിൽ നീ നിർത്തിയിരിക്കുന്ന കർത്താവ് മതി.